നമസ്തേ, ഒന്ന് നമഃ ശിവായ. ഇവിടെ നമ്മുടെ ഉപാസകൻ്റെ ഒരു സംശയം, മേടം 10 അല്ലെങ്കിൽ 10-ാം ഉദയം അതിൻ്റെ പ്രാധാന്യം എന്താണ്? 2026 10-ാം ഉദയം എന്ന് പറയുന്നത് 23 ഏപ്രിൽ 2026 മേടം 10 വരിക വ്യാഴാഴ്ച. 10-ാം ഉദയം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ഉച്ചസ്ഥിതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആസ്ട്രോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ പറയും. ജ്യോതിഷപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്ന സമയമാണത്. മേടം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുക. അതായത് സൂര്യൻ അതിൻ്റെ പരമാവധി ഊർജത്തിൽ, അതിൻ്റെ പ്രഭാവത്തിൽ, അതിൻ്റെ ശക്തിയിൽ, അതിൻ്റെ ചൈതന്യത്തിൽ നിൽക്കുന്നതാണ് ഏപ്രിൽ മാസത്തിലെ 10-ാം ഉദയം എന്ന് പറയാം. അതായത് സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിൽ നേരെ പതിക്കും. അപ്പോൾ പകൽ വെളിച്ചത്തിന് തീവ്രത കൂടുതലായിരിക്കും. നമുക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൈതന്യവൽക്കരിക്കുന്ന മഹാശക്തിയാണ് സൂര്യൻ. സൂര്യനെ പ്രത്യക്ഷ ദേവ എന്നാണ് വേദം പറയുന്നത്. മറ്റ് ദേവന്മാരെ കാണണമെങ്കിൽ നമ്മൾ ഉപാസന ചെയ്യണം. സൂര്യഭഗവാനെ എന്നും നമ്മൾ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ ദേവനാണ് സൂര്യൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് ഊർജം നൽകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ആദിത്യൻ എന്ന് പറയാം. അപ്പോൾ സൂര്യൻ്റെ പൂർണ്ണമായ ശക്തി കൈവരിക്കുന്ന ദിവസമാണ്. ഇതിന് ആത്മീയമായി പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഭൗതിക ജീവിതത്തിലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിക്കും നമ്മുടെ കാർഷികോത്സവം എന്ന് പറയാറില്ലേ, അതായത് ഈ 10-ാം ഉദയത്തിന് കൃഷി ഇറക്കാൻ, വിത്ത് പാകാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണെന്നാണ് പറയുക. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, 10-ാം ഉദയത്തിന് 10 വിത്തെങ്കിലും പാകണം എന്നൊരു ചൊല്ല് നമുക്ക് പറ്റും. മാത്രമല്ല, കേൾക്കാൻ കഴിയും. ഈ ദിവസം സൂര്യപ്രകാശത്തിന് പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വാസമുണ്ട്. വിഷഹാരിയായിട്ട് സൂര്യനെ പറയാറുണ്ട്. അപ്പോൾ വിഷാംശങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ 10-ാം ഉദയ ദിവസമൊക്കെ രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ച്, അതേപോലെ നമ്മൾ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന ധാന്യങ്ങളൊക്കെ ആ ദിവസം ഈ ഔഷധ പ്രാധാന്യം ഉള്ളതുകൊണ്ട് പഴയ കാലങ്ങളിൽ വെയിലത്ത് വെച്ച് ഉണക്കാറുണ്ട്. അപ്പം നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 10-ാം ഉദയത്തിന് വളരെ പ്രാധാന്യത്തോടു കൂടി അവിടെ ആചാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 10-ാം ഉദയം കഞ്ഞി വയ്ക്കുന്ന പതിവുണ്ട്. അതേപോലെ നമുക്ക് വടക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും തെയ്യം, തിറ കെട്ടിയാടുന്നത്, അതിൻ്റെ ആ ഉത്സവങ്ങൾ അവസാനിക്കുന്നതൊക്കെ ഈ ദിവസത്തോടു കൂടിയാണ്. അതായത് സൂര്യനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആരാധിക്കുക. പ്രകൃതിയുടെ ഊർജ്ജസ്രോതസ്സാണല്ലോ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ ഒരു ദിവസം ഇല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോകും. സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ് നമ്മൾ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആ പ്രകാശ സംശ്ലേഷണം ഉള്ളത് കൊണ്ടിട്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ ഭൂമിയുടെ ജീവൻ നിലനിർത്തുന്ന ആൾ സൂര്യനാണ്. ഭൗതികമായി കാർഷിക വൃത്തി, പഴയ കാലങ്ങളിൽ കാർഷിക വൃത്തിയായിരുന്നല്ലോ, ആ കാർഷിക വൃത്തിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നയാൾ സൂര്യനായിട്ട് പറയുന്നു. ആത്മീയമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ത്രിനേത്രം, ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനം സൂര്യസ്ഥാനമായിട്ട് പറയാറുണ്ട്. ആത്മജ്ഞാനത്തിൻ്റെ, മഹാചൈതന്യത്തിൻ്റെ പ്രതീകമാണതെന്ന് പറയും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഈ വിഷുവൊക്കെ കഴിഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ കാർഷിക ചക്രമുണ്ട്, അത് പൂർണ്ണതയിലെത്തുന്നത് 10-ാം ഉദയത്തോടു കൂടിയിട്ടാണ്. തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തെ നീക്കി വെളിച്ചം പ്രപഞ്ചം മുഴുവൻ നിറയുന്നൊരു ദിവസമാണിത്. അപ്പം നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ, ഇരുട്ടിനെ മാറ്റി ഈശ്വരീയ ചൈതന്യം നിറയ്ക്കാനുള്ളൊരു അവസരം കൂടിയാണിത്. അതായത് ഉപാസകരെ, ആത്മീയ ഉപാസകരെ, യോഗോപാസകരെ, തന്ത്രോപാസകരെ, കുണ്ഡലിനി യോഗ ഉപാസകരെ, വേദപഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം 10-ാം ഉദയം പ്രത്യേക സാധനകൾ ചെയ്യേണ്ട ദിവസമാണ്. ആ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക, ഒരു വ്രതം ആ ദിവസം നമ്മൾ സ്വീകരിക്കുക, വെജിറ്റേറിയൻ ഫുഡ്, ബ്രഹ്മചര്യം നമ്മൾ സ്വീകരിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ക്ഷേത്രങ്ങളിൽ ഉപാസന ചെയ്യുക, വീട്ടിൽ നിത്യവും നമ്മൾ ചെയ്യുന്ന ഉപാസന, അത് ആ ദിവസം കൂടുതലായിട്ട് നമ്മൾ എന്താ ചെയ്യുക, കൂടുതൽ സമയം നമ്മൾ ഉപാസന ചെയ്യുക എന്ന് പറയും. ഈ സൂര്യൻ്റെ ഒരു പ്രത്യേകത, സൂര്യപ്രകാശത്തിന് പ്രത്യേക ശുദ്ധീകരണ ശേഷിയുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുക. ഈ 10-ാം ഉദയം ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയായിട്ട് പറയാറുണ്ട്. പണ്ട് കാലങ്ങളിൽ കിണറുകൾ, തോടുകൾ ഇതൊക്കെ വൃത്തിയാകുന്നതും വീട്ടുപകരണങ്ങൾ കഴുകി ആ ദിവസം വെയിലത്തിട്ട് ഉണക്കുന്നതും ഒക്കെ 10-ാം ഉദയത്തിൻ്റെ ഭാഗമായിരുന്നു. അതായത് ഈ കാണുന്ന പ്രകൃതിയെയും ശരീരത്തെയും സൂര്യരശ്മികളാൽ ശുദ്ധീകരിച്ച് പുതിയൊരു ജീവിതചക്രത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളൊരു ആത്മീയ സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത്. ഈ 10-ാം ഉദയത്തിന് സൂര്യന് നമ്മൾ പൊങ്കാലയിടുന്ന ചടങ്ങുകൾ പല സ്ഥലങ്ങളിലും കാണാം.
സൂര്യനെ നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. സൂര്യമന്ത്രങ്ങൾ ജപിക്കുക, സൂര്യനമസ്കാരം മന്ത്രങ്ങളോടുകൂടി ജപിക്കുക, ആദിത്യ ഹൃദയം ജപിക്കുക, വേദസൂക്തങ്ങളിലെ സൂര്യമന്ത്രങ്ങൾ ജപിക്കുക, നാമകീർത്തനങ്ങൾ ജപിക്കുക. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വടക്കൻ കേരളത്തിലെ തെയ്യാട്ടങ്ങൾ, അതിൽ സൂര്യരശ്മിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചശക്തിയുടെ തന്നെ ഉറവിടമായ സൂര്യനെ നന്ദിയോടെ സ്മരിക്കുക. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ആ മഹാശക്തിയോടുള്ള നമ്മളുടെ ഒരു നന്ദി പ്രകടനം കൂടിയാണ് ആ സൂര്യാരാധനയിലൂടെയും ഈ 10-ാം ഉദയത്തിൽ നമ്മൾ ചെയ്യുക. അത്രത്തോളം പ്രാധാന്യം ഈ 10-ാം ഉദയത്തിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഭൗതികമായി നമ്മളുടെ കാർഷിക വൃത്തിയെ, ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാനപരമായി സ്വാധീനിക്കുന്ന പ്രത്യക്ഷ ദൈവമായ സൂര്യനെ ആരാധിക്കുന്ന ദിവസമാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. സൂര്യൻ ജ്യോതിഷപരമായി ഏറ്റവും ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ്. വിഷഹാരിയായ സൂര്യൻ ഔഷധകിരണങ്ങൾ അയക്കുന്ന ദിവസമാണ് 10-ാം ഉദയം എന്ന് പറയുന്നു. ആത്മീയമായ ഉപാസന ചെയ്യുന്നവരുടെ ഉപാസനാശക്തി, ഉപാസനാബലത്തെ വർദ്ധിപ്പിക്കുന്ന ദിവസമാണ് 10-ാം ഉദയം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം നമ്മൾ പഠിച്ച സാധനകൾ വളരെ ശക്തമായിട്ട് ചെയ്യുക. സൂര്യമന്ത്രങ്ങൾ, സൂര്യ ഉപാസനകൾ, സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രാധാന്യമാണ് 10-ാം ഉദയത്തിനുള്ളത്. ഈ 2026 ഏപ്രിൽ 23-ാം തീയതി വ്യാഴാഴ്ച, അന്നാണ് മേടം 10, അന്നാണ് നമ്മൾ 10-ാം ഉദയമായിട്ട് ആചരിക്കുന്നത്. നമസ്തേ.